ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു ദിവസത്തിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് അടുക്കളക്കാരിയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് വെജ് കുറുമക്കറിയും വെള്ളയപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു കുറുമക്കറി ഉണ്ടാക്കിയതെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തു. പിന്നീട് നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ് അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുത്തു. എരിവിനായിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ രണ്ടാം പാലും ചേർത്തിട്ടാണ് കേട്ടോ നമ്മളതൊന്ന് വേവിച്ചെടുക്കണത്. അത് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തു. പിന്നെ അതിലോട്ട് നമ്മൾ ഒന്നാം പാലും ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പിന്നെ കടുക് വറുത്തു കേട്ടോ. അപ്പോഴേക്ക് ഇതാ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മൾ ചോറിന് വേണ്ടിയിട്ടുള്ള അരി ഇട്ട് കൊടുത്തു. അപ്പോഴേക്ക് ഇതാ പിള്ളേർ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ശ്രീകുട്ട അതാ തുമ്പിയുടെ പിന്നാലെ നടക്കായിരുന്നു കേട്ടോ. രാവിലെ തന്നെ എണീറ്റിട്ട് അപ്പോൾ അവരതിനൊക്കെ ഇതാ പറഞ്ഞ് പല്ലൊക്കെ തേപ്പിച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുത്തി. അച്ഛനും അമ്മയൊക്കെ നേരത്തോട് കൂടിയിട്ടാണ് ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ പിള്ളേർ ടി വി ഒക്കെ കണ്ടിട്ടാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചായ കുടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അടിപൊളി വെള്ളയപ്പമാണ്. അപ്പോൾ നമുക്ക് വെള്ളയപ്പ ചട്ടി ഇല്ലാത്ത കാരണം നമ്മൾ സാധാരണ അതിൽ ദോശ പരുവത്തിലാണ് ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും നാത്തൂനും കൂടിയിട്ടാണ് പോണത്. നമ്മുടെ അമ്പലത്തിൽ വോട്ടെടുപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിതാ പരിപ്പും തക്കാളിയും ഒരു കുഞ്ഞൊരു കഷ്ണം വെള്ളരിക്കിൻ്റെ ഇതും വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത്. പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുതിർന്നൊരു ഇതായിട്ടുണ്ട്. നല്ലപോലെ കഴുകിയിട്ട് ഇതൊരു വെള്ളം ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പ് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയൊരു കഷ്ണം വെള്ളരിക്കായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ലച്ചു വന്നിട്ട് പാത്രം കഴുകണം കേട്ടോ. അപ്പോൾ അവൾക്ക് പഠിപ്പില്ലാത്ത ദിവസമാണെങ്കിൽ ടി വി കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അല്ലാത്ത ദിവസം ഒന്നും വേണ്ട. പഠിക്കാൻ പോകുമ്പോൾ രാവിലെ ഒന്നും കഴിക്കില്ല. പക്ഷേ വീട്ടിലുള്ള ദിവസം അവൾ കഴിക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് വെള്ളയപ്പം കഴിച്ചിട്ട് അതിൻ്റെ പാത്രം വന്ന് കഴുകി വയ്ക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ചെയ്യും കേട്ടോ. മിറ്റടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മിറ്റടിക്കാൻ വരും. അതുപോലെ തന്നെ പാത്രം കഴുകാനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൾ കഴിച്ച പാത്രം അവൾ തന്നെ കഴുകി വയ്ക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആൾ. അപ്പോൾ അതങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഇതാ വെള്ളരിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു. പിന്നെ പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകി എടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പരിപ്പും എല്ലാതും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഒരു 2 വിസിലാണ് കേട്ടോ വയ്ക്കുള്ളൂ. അപ്പോഴേക്കും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മളിത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിന് വെള്ളവും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളൊന്ന് കടുക് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പപ്പടം കൂടി കാച്ചി എടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് കാച്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ തലേദിവസം മീൻ എന്താ പറയുക ഉണക്കമീനൊക്കെ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എടുത്തില്ല. പിന്നെ കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു, അതും ഉണക്കമുളകും കൂടിയിട്ടാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഇത് വൈകുന്നേരത്തെ ഭക്ഷണമാണ് കേട്ടോ. നമ്മുടെ ഇഡലിയും ചട്നിയും സാമ്പാറും വടയൊക്കെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ കെട്ടുന്നറയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ.